ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയും രഹസ്യങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വലിയ പണികൾ വാങ്ങിക്കൂട്ടിയ ചിലരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാകുമെന്നേ. സ്വന്തം രഹസ്യങ്ങൾ താൻ ഹെൽപ്ലെസ് ആണ് എന്ന സത്യം, ഇതൊക്കെ പങ്കുവെക്കുന്നത് ആരോടാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ കേൾക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വലിയ പണികളിലേക്കൊന്നും എത്തില്ല. പക്ഷെ അതങ്ങനെ ഈസിയായി നടക്കുന്ന കാര്യമല്ല. കേൾക്കുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കി തന്നെ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയും രഹസ്യങ്ങളെയും ഒക്കെ മാറ്റിയാലും, അതുമല്ലെങ്കിൽ നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരു ടെമ്പററി പേഴ്സണായി മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ഇതിൽ എന്ത് തന്നെയായാലും ഒരുപാട് വ്യക്തികൾ തങ്ങളുടെ നിസ്സഹായാവസ്ഥ പങ്കുവെച്ചത് കൊണ്ട് മാത്രം ജീവിതം നഷ്ടപ്പെടുത്തി സ്വയം പണയം വെച്ച് ഒരുപാട് ബന്ധങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഒന്നൊന്നായി സാഹചര്യങ്ങൾ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല. പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ജീവിതത്തിൽ നിങ്ങളെല്ലാം തുറന്നു പറയുന്നത് ആരോടാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം. അതായത് സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രമേ തുറന്നു പറച്ചിലുകൾ നടത്താവൂ. അതല്ല എങ്കിൽ താൽക്കാലിക ആശ്വാസം തേടി ജീവിതത്തിൽ നിലവിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്ന ആ വ്യക്തിയുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ദുരനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരിക്കും കടന്നു പോകാനായിട്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഒരു കുറുക്കനോടാണോ, ചെകുത്താനോടാണോ, അതോ ഒരു മാലാഖയോടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തുറന്ന പറച്ചിലുകൾ നല്ലതാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് എല്ലാ പേരോടും നന്നല്ല. ആ തിരിച്ചറിവുണ്ടാകണം. ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കുന്നവരോട്, അതിനെ ഒരു ആയുധമാക്കി നിങ്ങളുടെ നേരെ പ്രയോഗിക്കുന്നവരോട്, അവരുടെ കയ്യിലെ ചരടുകളിൽ തൂങ്ങിയാടുന്ന പാവകളായി നിങ്ങൾ മാറാതിരിക്കാൻ ഇത് ഓർത്തുവെക്കുക. തുറന്നു പറച്ചിലുകൾ എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് ആരോടാണ്, സുരക്ഷിതമായ ഇടമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.